സിബിൻ എവിടെ പോയി? സിബിൻ എന്ത് പറ്റി? എന്തൊക്കെയോ പ്രഹസനം കാണിച്ചു. ലാലേട്ടൻ പണിഷ്മെന്റ് കൊടുത്തു എന്നും പറഞ്ഞ്. സിബിൻ ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു. എങ്ങനെ കളിക്കണം എന്ന് സിബിന് വ്യക്തമായ ധാരണയും വീക്ഷണവും ഉണ്ടായിരുന്നു. പോരാത്തതിന് സിബിൻ പുറത്തുനിന്ന് കളി കണ്ടു വന്ന ആളാണ്. എന്നിട്ടും സിബിൻ മെന്റലി ഇങ്ങനെ ഡിപ്രസ്ഡ് ആവുമോ? അതും ഇങ്ങനെ ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ? അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബിഗ് ബോസും സിബിനും കൂടിയുള്ള ഒത്തുകളിയല്ലേ എന്ന ഒരു തോന്നൽ ഇല്ലാതെയില്ല. സിജോയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാനുള്ള ബിഗ് ബോസിന്റെ തന്ത്രം. 6 വൈൽഡ് കാർഡ്സ് ആണ് വന്നിരുന്നത്. അതിൽ 2 വൈൽഡ് കാർഡ്സ് ഇപ്പോൾ പുറത്താണ്. ബിഗ് ബോസിന് ഒരു ധാരണയുണ്ടാകും, ഇത്ര നമ്പർ ഓഫ് കണ്ടസ്റ്റൻസ് മാത്രമേ വീട്ടിനകത്ത് അറ്റ് എ ടൈം പാടുള്ളൂ എന്ന്. സിജോയെ ഈ വീക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരണം എന്നതാണ് ബിഗ് ബോസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ സിബിനെ പുറത്താക്കി സിജോയെ വിളിച്ചു. ഇനി ഈ വീക്കിൽ ആരെയെങ്കിലും എലിമിനേറ്റ് ചെയ്തിട്ട് വീണ്ടും സിബിനെ തിരിച്ചു വിളിക്കാനാണ് സാധ്യത. അപ്പോഴാകും ബിഗ് ബോസിന്റെ കണക്കിൽ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് ടാലി ആകുന്നത്. നോക്കാം നമുക്ക് ഇങ്ങനെയാണോ നടക്കാൻ പോകുന്നത് എന്ന്. സിജോയെ എന്തായാലും ബിഗ് ബോസ് തിരിച്ചു വിളിച്ചേ പറ്റൂ. കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്നും വേറെ ഒരു കണ്ടസ്റ്റൻസിന്റെ അനാസ്ഥ മൂലം സിജോയ്ക്ക് ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസ് വിട്ട് നിൽക്കേണ്ടി വന്നത്, ഹോസ്പിറ്റലൈസ്ഡ് ആയതുമൊക്കെ. എന്തായാലും പുറത്തുപോയ സിജോയും ഇപ്പോൾ അസലായി കളി പഠിച്ചിട്ടുണ്ടാകും. പുതിയ കളികളുമായി സിജോയും രംഗത്ത്. സിജോ വന്നപ്പോൾ മുതൽ ഓരോരുത്തരായി സിജോയെ പോയി ഒട്ടുന്നുണ്ട്. സിജോയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ എന്ന വ്യാജേന പുറത്ത് അവർക്കുള്ള ഇമേജിനെ കുറിച്ച് അറിയാൻ. ഇത്രയും കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിലും ജാസ്മിൻ ആണല്ലോ കൂടുതൽ ത്വര എപ്പോഴും പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ. സായി വൈൽഡ് കാർഡ് എൻട്രി നടത്തിയപ്പോഴും ഇത് തന്നെയായിരുന്നല്ലോ ജാസ്മിൻ്റെ രീതി. എല്ലാം ചോദിച്ചറിയുകയും ചെയ്യും. എന്നിട്ട് അത് കേട്ട് ഡെസ്പായി മോങ്ങി ഗെയിമൊന്നും കളിക്കാതെ വേറെ ഒരു മോഡിലേക്ക് ജാസ്മിൻ പോകും. അതേപോലെ തന്നെ കാര്യങ്ങൾ അറിയാൻ ഇത്തവണ സിജോ വന്നപ്പോഴും ഒട്ടാൻ പോയത്. എന്നാൽ അത് ഒന്ന് കോമഡിയാക്കി ബിഗ് ബോസ്. അറിയാത്ത പോലെ സിജോയോട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ പുറത്തുനിന്നുള്ള കളി എങ്ങനെയുണ്ടെന്ന്. അതിൽ ബിഗ് ബോസ്, ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ കളി എങ്ങനെയുണ്ടെന്ന്? അയ്യോ, ജാസ്മിൻ ആകെ ചമ്മി നാറി. ബാക്കി കണ്ടസ്റ്റൻസും എല്ലാവരും കൂടി കൂവാൻ തുടങ്ങി. ജാസ്മിൻ ബബ്ബ അടിച്ച്. എന്നിട്ടും വീണ്ടും ജാസ്മിൻ, അല്ല ബിഗ് ബോസ്, ഞാൻ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, എൻ്റെ ഗെയിം എങ്ങനെയുണ്ടെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അതിൽ ബിഗ് ബോസ്, സ്വന്തം ഗെയിം എങ്ങനെയുണ്ടെന്ന് വിലയിരുത്താതെയാണോ ഗെയിം കളിക്കുന്നത് എന്ന്. അയ്യേ, വീണ്ടും വഷളായിക്കൊണ്ട് ജാസ്മിൻ. അങ്ങനെ ജാസ്മിന് വയറ് നിറച്ച് ബിഗ് ബോസ് കൊടുത്തു. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.